നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ ആ വലിയ പ്രശ്നത്തിന് അങ്ങനെ പരിഹാരമായിരിക്കുകയാണ്. വിദേശത്തു നിന്നും എത്തുന്ന പ്രവാസികൾക്ക് നാട്ടിൽ ലഭ്യമായ കോവിഡ് വാക്സിൻ രണ്ടാം ഡോസായോ പ്രിക്കോഷൻ ഡോസായോ സ്വീകരിക്കാമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം അറിയിച്ചിരിക്കുന്നത്. വിദേശത്ത് ലഭ്യമായ വാക്സിൻ ഒരു ഡോസോ 2 ഡോസോ എടുത്ത് ഇന്ത്യയിലെത്തിയ പ്രവാസികൾക്ക് അതേ വാക്സിൻ ഇവിടെ ലഭ്യമാകാത്തത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഇക്കാര്യം സംസ്ഥാനം ഉൾപ്പെടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് നിരവധി പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസമേകുന്ന തീരുമാനമാണെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രതിരോധ കുത്തിവയ്പ് സംബന്ധിച്ച ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പിന്റെ ശുപാർശ പ്രകാരമാണ് നടപടി. ഇതനുസരിച്ച് ഭാഗികമായി വാക്സിൻ എടുത്ത ഇന്ത്യക്കാർക്കും വിദേശികൾക്കും ആഭ്യന്തരമായി ലഭ്യമായ കോവിഡിന്റെ രണ്ടാമത്തെ ഡോസ് അല്ലെങ്കിൽ മുൻകരുതൽ ഡോസ് സ്വീകരിക്കാവുന്നതാണ്. വിദേശത്തു നിന്നും വരുന്നവരുടെ വാക്സിനേഷനായി പോർട്ടലിൽ ആവശ്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നാൽ 12 മുതൽ 14 വരെ വയസ്സുള്ള കുട്ടികൾക്ക് കോർബിവാക്സ് വാക്സിനും 15 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോവാക്സിനുമായിരിക്കും ലഭിക്കുക. വാക്സിൻ എടുക്കാത്ത 12 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേരും വാക്സിൻ എടുക്കേണ്ടതാണ്. 1ഉം 2ഉം ഡോസ് കോവിഡ് വാക്സിൻ സമയബന്ധിതമായി എടുത്താൽ മാത്രമേ ശരിയായ പ്രതിരോധം ലഭിക്കൂ. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് രണ്ടാം ഡോസ് വാക്സിൻ എടുത്ത് 6 മാസത്തിന് ശേഷം കരുതൽ ഡോസ് എടുക്കാവുന്നതാണ്. പഠനത്തിനോ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ വിദേശത്ത് പോകുന്നവർക്ക് 90 ദിവസം കഴിഞ്ഞും കരുതൽ ഡോസ് എടുക്കാവുന്നതാണ്. സംസ്ഥാനത്ത് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കരുതൽ ഡോസ് സർക്കാർ കോവിഡ് വാക്സിനേഷൻ സെന്ററുകളിൽ സൗജന്യമാണ്. സൗജന്യ കരുതൽ ഡോസ് വാക്സിൻ സെപ്റ്റംബർ മാസം അവസാനം വരെ മാത്രമേ ഉണ്ടാകൂ. 12 മുതൽ 14 വരെ പ്രായമുള്ള 79% കുട്ടികൾക്ക് ആദ്യ ഡോസ് വാക്സിനും 47% കുട്ടികൾക്ക് രണ്ടാം ഡോസും നൽകിയിട്ടുണ്ട്. 15 മുതൽ 17 വരെ പ്രായമുള്ള 86% കുട്ടികൾക്ക് ആദ്യ ഡോസ് വാക്സിനും 61% കുട്ടികൾക്ക് രണ്ടാം ഡോസും നൽകിയിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള 89% പേർക്ക് രണ്ടാം ഡോസും 13% പേർക്ക് കരുതൽ ഡോസും നൽകിക്കഴിഞ്ഞു. ഏതായാലും പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഈ തീരുമാനം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.